ഹിജ്റ വഴിയിൽ 40-ലധികം ലൊക്കേഷനുകൾ നാം കവർ ചെയ്തു. ഇന്ന് 100-ലേറെ കിലോമീറ്റർ നമ്മൾ ഓഫ് റോഡിൽ തന്നെ യാത്ര ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിൽ ഫ്യൂൾ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഫ്യൂൾ നിറക്കണം. അത് നല്ല ടയർഡായിട്ടുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഞങ്ങൾ അബൂ ലുബാ എന്ന ഒരു കുഗ്രാമത്തിൻ്റെ ബോർഡ് കാണുകയാണ്. അവിടെ പെട്രോൾ സ്റ്റേഷനുണ്ട് എന്ന് അനുമാനിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ആയിടേതാ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഗ്രാമം. മഹ്ജൂറായ ഈ കുഗ്രാമത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെയാണ് ഇവിടെയുള്ള ഒരു സ്വദേശിയുമായി പരിചയപ്പെടുന്നത്. അബൂ നദീർ എന്ന അദ്ദേഹം ഞങ്ങളെ നന്നായി സ്വീകരിക്കുകയും വളരെ ഹൃദ്യമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കുവാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ സൗകര്യം ചെയ്തു തന്നു. അങ്ങനെ നേരെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു കുളവും ഞങ്ങൾ കണ്ടു. അബൂ ലുബാ എന്ന ചരിത്രത്തിൽ ഒരുപാട് ഇടം നേടിയ ആ ഒരു കുഗ്രാമത്തെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ അടുത്തറിഞ്ഞു. അതേ കുളത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ കുളിക്കുകയും അദ്ദേഹത്തിൻ്റെ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ നിസ്കരിച്ച ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് വല്ല ചരിത്ര പ്രാധാന്യമുണ്ടോ? തീർച്ചയായും. മാഷാ അല്ലാ അൽഹംദുലില്ലാഹ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ നിസ്കരിച്ച മുസല്ലർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച സ്ഥലം എന്ന പേരിൽ അടയാളപ്പെടുത്തിയ ഒരു സ്ഥലത്താണ്, ഒരു പള്ളിയിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. ഇന്ന് രാത്രിയുള്ള താമസം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തത് അബൂനാദിർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത് ബഡൗയിൻസിലെ അബൂ മഹദിയുടെ ഫാം ഹൗസിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇത്രയും ദിവസം നമ്മൾ ഈ പാറപ്പുറത്തും മരുഭൂമിയിൽ മണൽത്തിരിയിലേക്ക് കിടന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നൊരു ഫാം ഹൗസിൽ കിടന്നപ്പോൾ ഒരു വേറെ തന്നെ ഒരു വൈബായിരുന്നു കേട്ടോ. ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ താമസിച്ച പോലെ തോന്നി. ഏതായാലും മാഷാ അല്ലാ, നമ്മൾ പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് ശരിക്കും ഈ രാവിലെ ഒരു വ്യൂ കണ്ടത്. അതായത് നല്ല കൃഷിയിടവും നേരെ ബാക്ക് സൈഡിൽ ഫുള്ളും മലനിരകളാണ്. പിന്നെ അബൂ മഹദി വളർത്തുന്ന താറാവും കോഴിയും അങ്ങനെ കുറേ ജീവികളുണ്ട് കേട്ടോ. ഏതായാലും മാഷാ അല്ലാ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ പല്ലൊക്കെ തേച്ച് നമ്മൾ രാവിലെ തഹജ്ജുദിന് എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ ഇപ്പോൾ മാഗിയും മറ്റു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ശരിക്കും ഞാനല്ല കേട്ടോ, ഞാനിങ്ങനെ വീഡിയോയിൽ കുറച്ചിങ്ങനെയൊക്കെ കാണിക്കുന്നില്ലാതെ ഇതൊക്കെ കൂടുതൽ ചെയ്യൽ അമീനും മറ്റു അവരൊക്കെയാണ് കൂടുതൽ എല്ലാവരും ഫുഡൊക്കെ ചെയ്യൽ കേട്ടോ. പക്ഷേ അതേതായാലും അൽഹംദുലില്ലാ നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ജമ്മാക്കിയിട്ടായിരിക്കും രാത്രി കഴിക്കുന്ന ഒന്നിച്ചിട്ട് ഇൻഷാ അല്ലാ. ഏതായാലും ഇവിടെ നിന്ന് ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങാം. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ യാത്രയുടെ 5-ാം ദിവസം നമ്മൾ ക്യാമ്പ് ചെയ്തത് ഇവിടെയായിരുന്നു. അപ്പോൾ 6-ാം ദിവസം രാവിലെ ഇപ്പോൾ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിച്ചു, ഓംലേറ്റും മറ്റു കാര്യങ്ങളൊക്കെ. ഒരുപാട് ദിവസമായി വണ്ടി കഴുകാതെ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരാളെ കൊണ്ട് കഴിക്കുകയാണ്. അപ്പോൾ കഴുകിക്കൊണ്ടുണ്ട്. ഓക്കെ അല്ലേ? മാഷാ അല്ലാ എല്ലാവരും സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോകണം അല്ലേ സാർ? ഇൻഷാ അല്ലാ. എങ്ങനെയാണ് നമ്മളിവിടെ എത്തിപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ? അതൊരു അത്ഭുതം. അള്ളാഹുവിൻ്റെ ഒരു സഹായം എന്നേ ഇപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളിങ്ങനെ വാദി ലിഖ്ഫ് അന്വേഷിച്ചുകൊണ്ട് വാദി ലിഖ്ഫിലേക്ക് കയറാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. ഇന്നലെ വാദി സാദിൽ ഉറങ്ങി, അതിനുശേഷം മുസ്തലൽ വഴി വിശാലമായ വഴിയിലൂടെ ഹുമയ്യ കടന്ന് നമ്മൾ കുറേ മുന്നോട്ട് വന്നു. വേറെ ഒരുപാട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് അവസാനം അവിടെ റോഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. അവസാനത്തെ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് മാഷാ അല്ലാ നമ്മളെ കോർഡിനേറ്റേഴ്സ് വേറെ വഴിയുണ്ട് എന്ന് പറഞ്ഞൊരു ഇതാണ്. അൽഹംദുലില്ലാ അങ്ങനെ വാദി ലിഖ്ഫിൽ എത്തിപ്പെട്ടു. അപ്പോൾ അതിൻ്റെ സഹായിച്ചിട്ടുണ്ട് മാഷാ അല്ലാ. ഗൂഗിൾ എർത്ത് മാപ്പിൻ്റെ അൽഹംദുലില്ലാ നമ്മളെ നല്ല സഹായിച്ചു. മാപ്പല്ല, ഗൂഗിൾ എർത്തിൻ്റെ അല്ല ഇനിയും വലിയ ദുർഘടം പിടിച്ച വഴികളാണ്. അതെ ഓഫ് റോഡ് തന്നെ, ഒക്കെ ഓഫ് റോഡ് ഡ്രൈവിംഗ്. അല്ല ഈ വാദി ലിഖ്ഫില് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. ഇത് ഇവിടെ തൊട്ടടുത്ത് 20 കിലോമീറ്റർ അപ്പുറമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മാതാവ് ആമിന ബീവി റളിയല്ലാഹു അബവാ ഇവിടെ തൊട്ടടുത്താണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ അബവാ. അതെ. പക്ഷെ അബവാന്റെ ഇപ്പോൾ ഒരു വിഷയം നമ്മളിപ്പോൾ ഹിജ്റ റൂട്ടുമായി ബന്ധപ്പെട്ടാത്തത് കൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. കാരണം അത്രയും നമുക്ക് പാസ് ചെയ്യാണ്ട് സംഗതി കുറച്ച് മല കയറാനുള്ളത് കൊണ്ടാണ്. നല്ല റോഡാണ് അങ്ങോട്ട്, പക്ഷെ എന്നാലും ഡൈവേർട്ട് ആവണ്ടെന്നുള്ള കരുതി നമ്മൾ നേരെ പോകുക എന്നുള്ള കരുതിയിട്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4-ാമത്തെ ദിവസത്തെ യാത്രയുടെ തുടക്കം കുറിച്ച സ്ഥലത്താണ്. അഥവാ മുദ്ലജത്തു ലഖ്ഫ് എന്ന് പറയും. മുദ്ലജത്തു ലഖ്ഫ് മദ്ലജത്ത് ലിഖ്ഫ് എന്നാണ് യഥാർത്ഥ ലിഖ്ഫ് രണ്ടും കാണുന്നുണ്ട്. മദ്ലജത്ത് ലിഖ്ഫ് ഈ 4-ാം ദിവസത്തിന്റെ തുടക്ക പ്ലേസ്. അതെ, 6-ാം. മദ്ലജ എന്ന് പറഞ്ഞാൽ വാട്ടർ കോഴ്സിന് തന്നെയാണ് മിദ്ലജ എന്നും പറയുന്നത്.
പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കുള്ളൊരു വാട്ടർ കോഴ്സ് കഴിഞ്ഞു. പക്ഷേ മിഥിലജ എന്ന് പറഞ്ഞാൽ സാധാ വാട്ടർ കോഴ്സ് അല്ല. ഈ മലയിൽ നിന്നിങ്ങനെ ഒഴുകിയിട്ട് വെള്ളം ഇങ്ങനെ ഒരുമിച്ച് കൂടി ഒട്ടകങ്ങൾക്ക് അനായാസം കുടിക്കാൻ പറ്റുന്ന ശൈലിയിലുള്ള ഇതിനാണ് മദിലജ എന്ന് പറയുക. അപ്പോൾ അങ്ങനത്തെ ഒരു ആദ്യത്തെ മദിലജയാണ്. ഇതുവരെ റസൂലുള്ളാഹിൻ്റെ യാത്രയിൽ മദിലജ ഉണ്ടായിട്ടില്ല. വാട്ടർ കോഴ്സസുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ ഇപ്പോൾ അതിനൊരു എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ നമുക്ക് പറയാൻ കഴിയില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇപ്പോൾ അതിന് എന്താ പറയാമെന്നറിയില്ല, വിശദീകരിക്കാമെന്നല്ലാതെ. അപ്പോൾ അങ്ങനെ ഒരു മദിലജ എന്നാണ് മദിലജത്തുൽ അഖഫ്. അപ്പോൾ മദിലജത്തുൽ അഖഫിൻ്റെ ഏറ്റവും പ്രത്യേകത ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ എത്തിയത്. റബീഉൽ അവൽ 4 അന്ന്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇനി ഈ ഒരു വാദിക്കുള്ള പ്രത്യേകത മദിലജത്തുൽ ലജാജും വാദിൽ അഖഫും അത് രണ്ടും കൂടി ഇവിടെ വന്നിട്ടാണ് സംഗമിക്കുക. ഇതൊക്കെ ഒരു പുഴ കണ്ടില്ലേ, ഇതിങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു പുഴ. ഇപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഇതൊരു പുഴയാണെന്നാണ്. ഈ രണ്ട് പുഴകളും സംഗമിക്കുന്ന ഒരു സ്ഥലത്താണ്. അതായത് നമ്മൾ പറയില്ലേ ഇപ്പോൾ ത്രിവേണി സംഗമം എന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞ മാതിരി ഒരു രണ്ട് പുഴകൾ തമ്മിൽ യോജിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തിനാണ് മദിലജ എന്ന് ഉപയോഗിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മാഷാ അല്ലാ നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ സാബി, സിദ്ദീഖ് സാഹിബ് അല്ലേ, നല്ല രസം. അടുത്ത 4-ാമത്തെ ദിവസം, അതാ 4-ാമത്തെ ദിവസം നമുക്ക് ഇവിടെ കറക്റ്റ് കാണാം. മദിലജത്തുൽ അഖഫ്, മദിലജത്ത് ഇവിടെ തുടങ്ങണതന്നെ 37-ാമത്തെ പോയിന്റ് ആണല്ലോ. മദിലജത്തുൽ അഖഫ് എന്നാണ് തുടങ്ങുന്നത്. ഇനി മദിലജത്തുൽ മജാജ്, പിന്നെ വാദി മജാജ്. വാഹനത്തിൽ നമ്മൾ യാത്ര വൈകുകയും ചെയ്തല്ലോ. ഈ ടയർ ഇന്നലെ നമുക്ക് ഒരു മാഷാ അല്ലാ ഇവിടുത്തെ ഒരു ഒരു ബെഡോയിൻസിൽപ്പെട്ട ഒരു കാട്ടറബിയോട് ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ സ്നേഹത്തോടുകൂടെ രാത്രി നിങ്ങൾ രാവിലെ വരുമ്പോൾ വഴി തെറ്റാൻ പറ്റില്ല, കാരണം എനിക്ക് വേറെ ജോലി ഉണ്ട്, നിങ്ങളെ കൂടെ രാവിലെ എനിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഇജി വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് രാത്രി സമയത്ത് അയാൾ സ്വന്തം കൈകൊണ്ട് വന്ന് വെച്ച് അടയാളപ്പെടുത്തി തന്നാൽ നമുക്ക് വഴി തെറ്റണ്ട എന്നുള്ള നിലയ്ക്ക്. ഇത്രയും ആ ശുദ്ധ മനസ്സോടുകൂടി അള്ളാഹു അങ്ങനെ സഹായിക്കുന്നവർക്കൊക്കെ ഈ യാത്രാമധ്യേ നമ്മെ സഹായിക്കുന്നവർക്ക് അള്ളാഹു കൂടി സഹായിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതെ അതെ അതെ, നല്ല നല്ല പച്ച. ഈ അവിടുന്ന് ഇതാ ഇതിങ്ങനെ വരികയാണ്. ഇത് ലിഖ്ഫിന്ന് നേരെ വരുന്നതാണ്. അടുത്ത സ്റ്റേഷനിൽ ഇപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു. മദിലജത്തു മിജാഹ് എന്നാണ് ഇതിൻ്റെ പേര്. മദിലജത്തു മിജാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും ഇവിടുന്ന് വീണ്ടും പിന്നെ നമ്മളിപ്പോൾ ഈ വന്ന ഭാഗത്തു നിന്ന് നേരെയാണ് പോകുന്നത്. മദിലജത്തു മിജാഹിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാദി മിജാഹും മദിലജത്തു ലിഖ്ഫും ഇത് രണ്ടും കൂടി സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. ലിഖ്ഫ് വരുന്ന ഇവിടുന്ന, മദിലജത്തു ലിഖ്ഫ് ഇവിടുന്നു, മദിലജത്തു മിജാഹ് ഇവിടുന്നു. അത് രണ്ടും കൂടി സംഗമിക്കുന്ന സ്ഥലമാണ്. ഈ വഴിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തു. പിന്നെ നമ്മൾ നേരെ അങ്ങനെ തന്നെയാണല്ലോ പോകുന്നത് അല്ലേ, ആ കാട്ടുകൂടി അല്ലേ. അങ്ങനെ മാഷാ അല്ലാ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് പോകാം. ഓക്കെ, അൽഹംദുലില്ലാ. ഏതായാലും ഈ വഴിയൊക്കെ കാണുമ്പോൾ വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഓർക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്യാഗനിർഭരമായ യാത്ര. എത്ര ആ ഒറ്റപ്പെട്ട സംഘം, കൂടുതൽ ആരും പിന്തുണയില്ലാതെ അവരിങ്ങനെ പേടിച്ച്, ശത്രുക്കളെ പേടിച്ച് ആ മദീന യസ്രിബിൽ തങ്ങളെ കാത്തിരിക്കുന്ന ആളുകളെ ഓർത്തുകൊണ്ടുള്ള യാത്ര എത്രമാത്രം അനിർവചനീയമാണ് അല്ലേ. ഇന്ന് രാവിലെ നമ്മൾ തുടങ്ങിയ അതേ പോയിന്റിൽ നിന്നാണ് അന്ന് വാദി ലിഖ്ഫിൽ ഉറങ്ങിയിട്ട് നമ്മൾ പറഞ്ഞ ആ മിജാഹ് ഉണ്ടല്ലോ, അവിടുന്നാണ് മദിലജത്ത് ലിഖ്ഫിൻ്റെ അവിടുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നത്. ആ മരങ്ങൾക്കിടയിൽ അവിടെ ഒട്ടകൂട്ടങ്ങൾക്കൊക്കെ താമസിക്കാനുള്ള ആട്ടിടയന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഏതായാലും ആടുകൾക്കൊക്കെ തിന്നാനൊക്കെ പറ്റുന്ന നല്ല സ്ഥലമാണ്. ഏതായാലും അൽഹംദുലില്ലാ പോവല്ലേ എന്നാലേ മാഷാ അല്ലാ തുടരാം. മാഷാ അല്ലാ സിദ്ദീഖ് ഭായ്, എന്താ രസമല്ലേ കാഴ്ച. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ പാതയിലെ നയന മനോഹരമായ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇത് ഇവിടെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഒരിക്കലും നമുക്ക് വരാൻ പറ്റില്ല. നമ്മൾ തന്നെ ഇപ്പോൾ വെൽ പ്ലാൻ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിൽ ഇത്രയൊക്കെ ചെയ്തിട്ട് തന്നെ നമുക്കൊരുപാട് കുറവുകളുണ്ട്. ഇൻഷാ അല്ലാ ഇവിടേക്ക് വരണമെങ്കിൽ വളരെ ഒരുങ്ങി നല്ല രീതിയിൽ, കാരണം അടുത്തൊന്നും നമുക്ക് പെട്രോൾ ടാങ്ക് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഇതാക്കാനില്ല. ഇപ്പോൾ അബവാൻ്റെ അവിടെ ഉണ്ട്, അതേപോലെ അബൂലുബ എന്ന് പറഞ്ഞ ഗ്രാമത്തിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വന്നാൽ പിന്നെ നമ്മൾ വാദി ലിഖ്ഫിൽ ഇപ്പം നമ്മൾ ഇന്നലെ ഉറങ്ങിയ ആ ഭാഗം ഉണ്ടല്ലോ, അതാണ് വാദി ലിഖ്ഫ്. ഇന്നലെ ഉറങ്ങി അവിടുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4-ാമത്തെ ദിവസം തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ഇതാ ഈ വഴി ഇങ്ങനെ പോവാണ്. 2-ാമത്തെ സ്റ്റേഷനാണ് ഇപ്പോൾ അത്. 1-ാമത്തെ സ്റ്റേഷൻ നമ്മുടെ അവിടെ നിർത്തി നേരത്തെ എടുത്ത് മുജാഹ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ മർജഹ് മിജാഹ് എന്ന് എന്ന് പറഞ്ഞാൽ അതും ഒരു വാട്ടർ കോഴ്സ് ഓഫ് മിജാഹ് എന്ന് പറയും കേട്ടോ. ഇൻഷാ അല്ലാ ശരിയായി നമ്മളെ ചുറ്റുവട്ടത്തും കോട്ട കെട്ടിയ പോലെ പാറക്കൊത്തളങ്ങൾ, നമ്മളിങ്ങനെ പാറക്കെട്ടുകൾ ഇങ്ങനെ കാണുകയാണ്. ഇന്നലെ നമ്മളെ അബുനാദിർ ഉണ്ടല്ലോ, അദ്ദേഹം നമ്മളോട് പറഞ്ഞു എന്താണ്, ഇപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു നല്ല മഴ പെയ്തല്ലോ അബൂലുബായിൽ, അതുകൊണ്ട് അബ്ദുറഹ്മാൻ നല്ല സെയിലുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇവിടെ അല്ല, ആ ഭാഗത്ത്. അതിപ്പം ഈ ഭാഗത്ത് ഉണ്ടാവുമെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാ. സെയിലുണ്ടെങ്കിൽ പോകരുത് എന്ന് പ്രത്യേക ഉപദേശം പറഞ്ഞിരുന്നു. സെയിൽ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, ഈ മഴവെള്ളം അങ്ങോട്ട് വന്നിട്ട് മലൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നിട്ട് ഒലിക്കും. അതെ, റോഡിലൂടെ അങ്ങനെ കണ്ടാൽ നിങ്ങൾ യാതൊരു കാരണവശാലും പോകരുത് എന്നുള്ള നിർദ്ദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഞങ്ങൾ പോയി നോക്കട്ടെ, ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് മടങ്ങാമെന്ന് പറഞ്ഞു. ഏതായാലും അൽഹംദുലില്ലാ അള്ളാഹുക്ക് നമ്മളെ ഹിമായത്ത് നൽകട്ടെ. രസകരമായ വഴിയാണ് സബി അല്ലേ? അല്ലാഹുവേ, ഇന്നലെ നമ്മളെ അബുനാദിർ പറഞ്ഞു നിങ്ങൾ വന്നത് നല്ല ഫസ്ൽ റബിയ, നല്ല കാലമാണ്, നല്ല തണുപ്പുമില്ല നല്ല ചൂടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ റൂട്ടിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എത്രയെത്ര ആട്ടിൻകൂട്ടങ്ങളെയാണ് കാണുന്നത്. അത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലഞ്ചെരുവിലൂടെ 1 ദീനാർ 2 ദീനാറുകൾക്ക് വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ട് ആടിനെ മേച്ച് നടന്നിരുന്നു എന്ന് കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു അത്ഭുതം കാണാണ്. 2 നായകൾ, സാധാരണഗതിയിലുണ്ട് ആടിനെ മേക്കുന്നവരെ അല്ല വണ്ടി നിർത്തി അങ്ങോട്ട് ചാടിട്ടു നായ. ഈ ആടുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ 2 മുന്നിലും ബേക്കലും 2 നായകൾ ഉണ്ടാകുമെന്ന് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഇതാ ഒരു നായ ഞങ്ങളെ വാഹനം ഒരു ഈ നിന്ന മറ്റേ വരും. ഹബീബി സുദാൻ, മാഷാ അല്ലാഹ്, അല്ലാഹ് ഹയ്യിക് ബാരിക് ലക അല്ലാഹ്. ഹബീബി ഹാദൽ കൽബ്. നിങ്ങളോട് ഒരിക്കലേ സഹാബത്ത് ചോദിക്കുകയാണ്, നബിയെ നിങ്ങൾ എന്തായിരുന്നു ജോലി എടുത്തിരുന്നത്? രസകരമായ ചോദ്യമാണ്. പുതിയ ചെറുപ്പക്കാരായ കുറച്ച് സഹാബികളാ ചോദിക്കുന്നത്. ആ സമയത്ത് ഹബീബ് അതിന് ഉത്തരം പറയണ്ടേ, കുന്തു അർ അൽ ഗനമ ലിഖീറാത്തിൻ മിൻ ഖുറൈശ്. ഖുറൈശികളുടെ ഏതാനും ചില്ലി ദീനാറുകൾക്ക് വേണ്ടി ഞാൻ ആടുകളെ മേച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയോ വലുതായി മദീനയിലെ വലിയ ഒരു രാഷ്ട്രത്തലവനായ ശേഷം പോലും പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ഒരു സുഡാനി, ഇപ്പോൾ നമ്മുടെ ഡയറക്ടർ സിദ്ദീഖ് സാഹിബ് അദ്ദേഹത്തിന് വിളിച്ച് സദക്ക കൊടുക്കുകയും വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ നിലക്ക് നമ്മളിങ്ങനെ കാണുമ്പോൾ ഈ ഒരു ആട്ടിടയന്മാരൊക്കെ കാണുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ക്ഷമ പഠിപ്പിച്ചു കൊടുക്കുവാനും പ്രബോധനത്തിൽ ഭാവിയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നിങ്ങൾ നേരിടണമെന്ന് പഠിക്കുവാനും ഈ ആടിനെ മേച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിലും സീറകളിലും പഠിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ വഴി, ഹിജ്റ വഴി, ഇതൊക്കെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങോട്ട് നോക്കൂ, അവിടെ മുൻഭാഗത്തേക്ക് നോക്കൂ, അവിടെ അതാ ഒരു കിണറിൻ്റെ രൂപം കാണുന്ന കിണർ. അതാണ് ഈ മൃഗങ്ങൾക്ക്, ഇപ്പോൾ ആടുകൾ, ഇവിടെ മേച്ച് നടക്കുന്ന ആടുകൾക്ക് ഒട്ടകങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കുവാൻ വേണ്ടിയുള്ള സൗകര്യമാണ് അവിടെ ഒരുക്കി കൊടുക്കുന്നത്. നമ്മളിവിടുന്ന് റൈറ്റിലേക്കാണ് തിരിയുന്നതെന്ന് തോന്നുന്നു. നമ്മളെ അടുത്ത വണ്ടി, നമ്മളെ മുന്നിലുള്ള കോർഡിനേറ്റേഴ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാഹനം, അവരാണ് നമുക്ക് GPS സഹായങ്ങളൊക്കെ ആധുനിക സംവിധാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വലത്തോട്ട് തിരിഞ്ഞതായി നാം കണ്ടു. അപ്പം മർജഹ് അസ്വൈനാണല്ലോ നമ്മൾ അടുത്ത കേന്ദ്രം. എത്ര ദൂരണ്ടിനി? അടുത്തത് ഇനി നേരെ പോയിട്ട് ഒരു റൈറ്റ് എടുക്കാണ്ട്, കുറച്ച് റൈറ്റ് എടുത്തോടെ കുറച്ച് പോയാലെത്തും. ഈ നമ്മുടെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ ഈ റൂട്ട് ഉണ്ടല്ലോ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ ഇത്രയും ദൂരം പോകുന്ന സമയത്ത് ഭയങ്കര ഭക്ഷണമൊക്കെ കരുതേണ്ടി വരില്ലേ? അപ്പൊ ഏത് ടൈപ്പ് ഭക്ഷണമായിരിക്കും ശരിക്കും കരുതിയിട്ടുണ്ടാവല്? മാഷാ അല്ലാ, അതൊരു വലിയ ഒരു ചോദ്യം തന്നെയാണ്. അപ്പം അതിനിടയ്ക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെ അടുത്തെത്തി, വീണ്ടും ഭക്ഷണം ശേഖരിച്ചു, കുറച്ച് ഭക്ഷണം ശേഖരിച്ചു. പിന്നെ പോകുന്നൊക്കെ മുതലജ വാട്ടർ കോഴ്സുകളുണ്ട്. അപ്പോൾ ഈ വാട്ടർ കോഴ്സ് എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിൽ എന്താണ്, ഒരു ഇസ്തിറാഹകളാണ്. ഇന്നത്തെ ബക്കാല പോലെ നമ്മൾ എവിടെയെങ്കിലും ചെന്നാൽ ഒരു പെട്രോൾ സ്റ്റേഷനിലേക്ക് ചെല്ലുമല്ലോ, ആ പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ വെള്ളം വാങ്ങി ശേഖരിക്കുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് വെള്ളം ശേഖരിക്കുകയും അതുപോലെ ആവശ്യമായ ഭക്ഷണങ്ങളൊക്കെ അവിടുന്ന് ഇങ്ങനെ ശേഖരിക്കും. രണ്ടാമത് അതിനാണ് ഈ മുതലജത്ത്, അതേപോലെ ഈ വാദികളിലൊക്കെ വെള്ളം കുടിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നബിക്ക് അതൊക്കെ പരിചിതനാണ്. ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത്. അവിടെ നമ്മൾ വേറെ കാര്യം കൂടെ, നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യാതാണ്ട് ഓടരുത് എന്നാണ് ആ ഹിജ്റ യാത്ര നമ്മളെ പഠിപ്പിക്കേണ്ടത്. അതെ, ഇത്തരം ഒരു റൂട്ടിലൂടെയാണ് ഞാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ അതിന് തയ്യാറെടുപ്പ് വേണം. തസവ്വദു, നിങ്ങൾ യാത്രക്ക് വേണ്ടി തയ്യാറാകുക. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും വലിയ ഭക്ഷണം തഖ്വയാണ്. പക്ഷെ വലിയ ഭക്ഷണം അല്ലാത്ത കുറേ ചെറിയ ഭക്ഷണങ്ങളുണ്ട്.
തഖ്വ ഉണ്ടായ അള്ളാഹുവിന്റെ എല്ലാ സഹായവും ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കുറെ മുന്നൊരുക്കങ്ങളുണ്ടല്ലോ. ഏഖിൽ വ തവക്കൽ എന്ന് പറയും ഹദീസിൽ. അഥവാ നീ ആദ്യം ഒട്ടകത്തെ കെട്ടിയിടുക, എന്നിട്ട് തവക്കുലാക്കുക. ഇത് ഒട്ടകത്തെ കെട്ടിയിടാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനുള്ള എല്ലാ ഹദറുകളും മുന്നൊരുക്കങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. ഓരോ മദാലിജുകളിൽ, ഓരോ വാട്ടർ കോഴ്സുകളിലൊക്കെ ചെന്ന് അവിടെ നിന്നൊക്കെ വെള്ളം ശേഖരിക്കും, ആവശ്യമായ ഭക്ഷണങ്ങളൊക്കെ കയ്യിൽ വെക്കും. പിന്നെ വേറൊന്നുണ്ട്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഏകദേശം 6000 ദിർഹം കയ്യിൽ വെച്ചിരുന്നു എന്നാണ്. അപ്പം അതൊക്കെ ഇടയ്ക്ക് ഇതിനുള്ള സൗകര്യത്തിനാണല്ലോ. 6000 ദിർഹം സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കയ്യിലുള്ള എല്ലാ സമ്പത്തും. അതാണ് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ എന്തോ നമ്മൾ സുബീസ്കാരന് ശേഷം തോന്നാണ്, സുബീസ്കരിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അഥവാ അസ്മാ ബീവി ഒരു കല്ല് ഇട്ട് ഇതാക്കിയെന്ന് പറഞ്ഞില്ല, അബൂ ഖുഹാഫ വന്ന് ചോദിച്ചപ്പോഴേ. അപ്പോൾ എല്ലാ പൈസയും അഥവാ 6000 4000 എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. അത്രയും ദിർഹം ഈ യാത്രാ ചെലവിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വഴിച്ചെലവിന് വേണ്ടി കയ്യിൽ വെച്ചിരുന്നു. സൗദി അറേബ്യയിൽ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും? നോക്കി എന്താ പച്ചപ്പ്, എന്ത് നല്ല രസമുള്ള സ്ഥലങ്ങളല്ലേ, മാഷാ അല്ലാ. ഇത് നേരിട്ട് കാണുമ്പോൾ ഒരു ഫീൽ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുമല്ലോ കേട്ടോ. നമ്മളെ മുമ്പിൽ ഒരു നായ ഓടി ഓടി നമ്മളെ മുന്നിലുള്ള വാഹനത്തെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. കാരണം ആ നായ ചിന്തിക്കുന്നത് കണ്ടോ, വീണ്ടും വീണ്ടും നമ്മളെ വാഹനത്തെ തന്നെ നോക്കി. ഇതാ ഇപ്പൊ ഞങ്ങളെ വാഹനത്തെയാണ് നോക്കുന്നത്. ആ നായയുടെ ഉത്തരവാദിത്തത്തിലുള്ള ആടുകൾ, ആ ആടുകളെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സംഘം വരുന്നത് എന്നാണ് ആ സാധു നായ വിചാരിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് ഞങ്ങളെ ഇപ്പോൾ ആ നായ ഓടി ഓടി എന്തോ അക്രമവുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. ഏതായാലും ഈ വഴിയൊക്കെ ഒരു അത്ഭുതമാണ്. ഇതുവരെ ആരും നമ്മളെ ഇന്ത്യൻസ് മലയാളികളുടെ കൂട്ടത്തിലൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ മർജഹ് മിജാഹ് കഴിഞ്ഞ് നാം മർജഹ് ദുൽ അസ്വൈൻ എന്ന സ്ഥലത്താണ് എത്തിയത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ ഇങ്ങനെ വഴി നടന്നു പോവാണ്. അപ്പോൾ ഉമ്മു കഷ്ദാണ് അടുത്ത സ്റ്റാൻഡ്. ആ ഉമ്മു കഷ്ദിലേക്ക് പോകുമ്പോൾ വലത് ഭാഗത്ത് ഉള്ളത് ദുൽ അസ്വൈൻ എന്നുള്ളതും ഇടത് ഭാഗത്ത് അൽ അസൽ യുസ്ര, റൈറ്റ് അസ ലെഫ്റ്റ് അസ, ഈ രണ്ടിൻ്റെ ഇടയിലുമാണ് അസ്വൈൻ എന്ന് പറഞ്ഞ ഈ ഒരു വാദിയുള്ളത്. ഇതൊക്കെ വാദിയാണ്, വെള്ളം ഒലിച്ചു പോകുന്ന വാദി എന്ന് പറയുമ്പോൾ വാലി അല്ലേ, അഥവാ മലയുടെ മുകളിൽ മഴ പെയ്താൽ ആ വെള്ളം ഒലിച്ചു വരുന്ന വെള്ളപ്പൊക്കം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിനാണ് സാധാരണഗതിയിൽ വാലി അല്ലെങ്കിൽ വാദി എന്ന് അറബിയിൽ പ്രയോഗിക്കാറ്. റൈറ്റ് അസ ലെഫ്റ്റ് അസ, ഇതിനിടയിലുള്ള ഒരു വാദി ആയതുകൊണ്ടാണ് അസ്വൈൻ എന്ന് ഇതിന് പേര് വെച്ചത്. ഇതും ഒരു വാട്ടർ കോഴ്സ് ആയിരുന്നു. അപ്പോൾ നേരത്തെ ഇപ്പോൾ സിദ്ദീഖ് സാഹിബ് ചോദിച്ചല്ലേ, നമ്മുടെ ഡയറക്ടർ ചോദ്യം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ ഭക്ഷണമൊക്കെ എങ്ങനെയാണ് വെക്കാന്ന്. ഒട്ടകത്തിൻ്റെ പുറത്തൊരു ഒട്ടക കട്ടിലുണ്ടാവും. അത് ഒട്ടകക്കട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ ഫ്രിഡ്ജ് പോലെയാണ്. നമ്മളിപ്പോൾ നമ്മളെ കയ്യിലുണ്ടല്ലോ ഫ്രിഡ്ജ്, ഭക്ഷണം കേടാകാതിരിക്കാനുള്ള സെല്ലാജ്, ലെതർ, അതെ. അപ്പോൾ ഈ തോല് കൊണ്ടുണ്ടാക്കിയ മിദിലജ് അഥവാ ഒട്ടക കട്ടിലുണ്ടാവും. ആ മദിലജിലേക്ക്, ആ ഒരു ഒട്ടക കട്ടിലിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബറും ഇത്തരം വാട്ടർ കോഴ്സ് അതുപോലെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ സാധനങ്ങൾ അതിൽ വെച്ച് സൂക്ഷിക്കും. അങ്ങനെ ഒരു സ്ഥലത്തെത്തി അടുത്ത സ്ഥലത്തെത്തുമ്പോഴൊക്കെ നിപുണനായ GPS ആയ വഴികാട്ടിയായ അബ്ദുല്ലാഹിബ്നു ഉറൈഖത്തിന് വ്യക്തമായിട്ട് അറിയാം, ഇന്ന സ്റ്റേഷനിൽ ചെന്നാൽ നമുക്ക് ഇന്ന ഭക്ഷണം കിട്ടും, അവിടുന്ന് ഒട്ടകത്തിൻ്റെ പാല് കിട്ടും, ആടിൻ്റെ പാല് കിട്ടും, അവിടെ ചെന്നാൽ നമുക്ക് വെള്ളം ശേഖരിക്കാൻ കഴിയും, അവർക്കറിയാം. അങ്ങനെ ഓരോ സ്ഥലത്തൊന്നും ശേഖരിച്ചിട്ടായിരുന്നു അവരെ യാത്ര. അതെ. ഈ ഒരു സമയത്തല്ലാതെ മഴയുള്ള സമയത്ത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സമയത്താണ് നമുക്ക് ഈ റോട്ടിൽ പോകാൻ പറ്റില്ലല്ലോ അല്ലേ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തപ്പോൾ സെപ്റ്റംബർ മാസം, അത് നല്ല ചൂടുള്ള സമയമായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന ഒരു റബിയും കൂടിയാണ്, ഒരു വസന്തകാലമായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. എന്നാലോ മഴയില്ലേനും അള്ളാഹു അനുഗ്രഹിക്കണം. നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത സ്റ്റേഷൻ ഉമ്മു കഷ്ദ് ലക്ഷ്യമാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഗുഡ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 8 ദിവസം നീണ്ട ഹിജ്റ യാത്രയിൽ ഉമ്മു കഷ്ദ് മുതൽ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നമ്മുടെ അടുത്ത 10th പാർട്ട് വീഡിയോയിലായിരിക്കും കാണാൻ സാധിക്കുക. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ടീം നിങ്ങൾക്കായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. സോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. ഇതുവരെയുള്ള പാട്ട് കാണാത്തവർക്കായിട്ട് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള 10 അല്ലെങ്കിൽ 9 വീഡിയോകളും കാണാൻ സാധിക്കും.